ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഒരു കാര്യമുണ്ട്. കിർമാനി മനോജ് എന്ന് പറയുന്ന ഒരു ക്രിമിനലുണ്ട്. ആ കേസിലെ പ്രതി അവിടെ ഇപ്പോൾ എന്തോ വിളിച്ചു പറയുമെന്ന് ഭയപ്പെട്ടിട്ട് തിരുവനന്തപുരത്തു നിന്നാണ് ഫോൺ സന്ദേശം വന്ന് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ജയിലിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ ജയിലിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മർദ്ദനമുറ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം അതെന്താ? അവിടെ നിന്ന് നിർദ്ദേശം വന്നു. എന്തിനാ നിർദ്ദേശം? ഇവർ പലതും വിളിച്ചു പറഞ്ഞാൽ ഇപ്പോഴുള്ള ഇതിൽ നിന്ന് വലിയ രീതിയിലുള്ള ആഘാതം CPM ഉണ്ടാവും. അപ്പൊ ആ CPM രക്ഷിക്കണമെങ്കിൽ ഇത്തരം ആളുകളെ നാവടക്കണം. മനു തോമസ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത ആരോപണം, ആ ആരോപണത്തെ പറ്റി അന്വേഷണം നടത്തണ്ടേ? എന്നിട്ട് വേണ്ടേ ഇത് വെള്ളപൂശാൻ? ഈ വെള്ളപൂശൽ എന്തിനാണ്? ജയരാജൻ ഒന്നും അറിയുന്നില്ല. കണ്ണൂരിൽ MP ജയരാജൻ പറയുന്ന ഞാനൊന്നും അറിയുന്നില്ല എന്നാണ്. കണ്ണൂരിൽ നടക്കുന്ന എല്ലാ ക്രിമിനൽ പ്രവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രം CPM ഓഫീസാണ്. സംശയമില്ല. കണ്ണൂർ ജില്ലാ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് പല നേതാക്കന്മാരും ഈ കണ്ണൂരിലെ ക്രിമിനൽ സംഘത്തെ, കൊട്ടേഷൻ സംഘത്തെ, സ്വർണ്ണക്കടത്ത് സംഘത്തെ നിയന്ത്രിക്കുന്നത്, അതിൽ പങ്കുപറ്റുന്നത്. ഒരു സംശയവുമില്ല. അത് ഞങ്ങളൊക്കെ നേരത്തെ പറയുന്ന 2 പതിറ്റാണ്ട് കാലമായി ഈ ക്രിമിനൽ സംഘം കണ്ണൂരിലെ വിലസുന്ന്. എന്താ ഇന്നലെയാണോ ഇത് അറിഞ്ഞത്? ആകാശ് തില്ലങ്കേരിയും അർജുനായിയൊക്കെ ഈ പറയുന്ന TP വധക്കേസിലെ പ്രതികളൊക്കെ ജയിലിൽ നിന്നിട്ട് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് പാർട്ടി ഇന്നലെ അറിഞ്ഞതാണോ? എല്ലാം നേരത്തെയുള്ള പ്രതികളും ഇത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കണക്കാക്കുന്നത്. പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ കൊട്ടേഷൻ സംഘം. പാർട്ടിക്ക് വേറിട്ട സംവിധാനമല്ല, പാർട്ടിക്കുള്ളിലെ സംവിധാനത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ബലദേവനൊന്നും അറിയാത്തത് കൊണ്ടാണ് തോന്നുന്നു. പാർട്ടിയിലെ ഒരു സമാന്തര സംവിധാനമാണ് ഈ കൊട്ടേഷൻ സംഘം. കൊട്ടേഷൻ ഇല്ലെങ്കിൽ പാർട്ടിയില്ല, പാർട്ടിയില്ലെങ്കിൽ കൊട്ടേഷൻ ഇല്ല എന്ന രീതിയിലേക്ക് കണ്ണൂരിലെ നേതാക്കന്മാർ ഈ പാർട്ടിയെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണ അണികൾക്ക്, പാവപ്പെട്ടവന് ഒരു കാര്യമില്ല. അവൻ വിചാരിക്കുന്നത് ഇത് കമ്മ്യൂണിസമാണ്, ഇത് കേരളമാണ്, ഇത് കണ്ണൂരാണ് എന്നൊക്കെ പറയുന്നവർ കണ്ണൂർ ജില്ലയിലെ പാവപ്പെട്ട CPM ഇന്നലെ വരെ വോട്ട് ചെയ്തിട്ടുള്ള ആ ലക്ഷോപലക്ഷം വരുന്ന ആളുകളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് ഓരോ വ്യക്തിയെയും ഭയപ്പെടുത്തുകയാണ്. കോറിയ മാഫിയുമായിട്ട് ബന്ധമുണ്ട്, കൊട്ടേഷൻ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബന്ധങ്ങളൊക്കെ നേരത്തെ ഞങ്ങളല്ലല്ലോ പറയുന്നത്, ജയരാജന്റെ മകനും ബന്ധമുണ്ടെന്ന് പറഞ്ഞ്. എത്ര ഗ്രൂപ്പുകളുണ്ട്? നിലവിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? മനു തോമസ് അതും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനു തോമസ് എന്ന് പറയുന്ന DYFയുടെ ജില്ലാ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് പാർട്ടിക്ക് പറയാനുള്ളത്? പാർട്ടി ഇന്ന് വരെ ജില്ലാ കമ്മിറ്റി ഏതെങ്കിലും രീതിയിൽ ഇത് ആരോപണം തള്ളിയോ? ജില്ലാ കമ്മിറ്റി MP ജയരാജൻ ഒറ്റ വാക്കിൽ ഒതുക്കുക. ഇത് ഒറ്റ വാക്കിൽ ഒതുക്കി ഒളിഞ്ഞു നടക്കുകയാ. ജയരാജന് ബന്ധമില്ല, കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ബന്ധമില്ല. ഇതിന്റെ നേതാക്കന്മാർ ആരായാലും അവരെ പുറലോകം അറിയട്ടെ, നിയമവ്യവസ്ഥയ്ക്ക് കൊണ്ടുവരട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് CBI അന്വേഷണം വിടുന്നില്ല? CBI അന്വേഷണം ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് MP ജയരാജൻ പറയട്ടെ. കണ്ണൂരിലെ ഈ കൊട്ടേഷൻ സംഘവുമായി, ഈ ക്രിമിനൽ സംഘവുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അന്വേഷണം, സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണം. നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസമുണ്ടല്ലോ പാർട്ടിക്ക്. പാർട്ടി അന്വേഷിച്ചാൽ ഇതൊന്നും കിട്ടില്ല. പാർട്ടി അന്വേഷിച്ചാൽ ഇതൊന്നും പുറത്തു വരില്ല. ഇവരൊക്കെ സംരക്ഷിക്കുന്ന, കൂടെ ഇരുത്തുന്ന, കൂടെ കൊണ്ടുപോകുന്ന എല്ലാ നിയമ സംവിധാനവും പാർട്ടിക്കുണ്ട്. അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് നല്ലവരായ പാർട്ടി നേതാക്കന്മാർ കണ്ണൂരിൽ പ്രവർത്തന രംഗത്ത് നിന്ന് പിന്നോട്ട് പോവുകയാണ്. നല്ലവരായ പാർട്ടി നേതാക്കന്മാർ കണ്ണൂരിൽ നിന്ന് പുറകോട്ട് പോകുന്നു. ഇത് ക്രിമിനൽ സംഘത്തെ താലോലിക്കുന്നവർ, തലോടുന്നവർ, കൂടെ നിർത്തുന്നവർ, ചേർത്ത് പിടിക്കുന്നവർ, അവർക്ക് നിയമസഹായം നൽകുന്നവർ, അവരാണ് ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് അത്തരം സംഘങ്ങളല്ല കമ്മ്യൂണിസം അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ MP ജയരാജന്റെ കാലഘട്ടത്തിലെങ്കിലും ഇതൊരു സ്വതന്ത്രമായ അന്വേഷണത്തിന് വിടട്ടെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, അങ്ങനെ ഒരു അന്വേഷണത്തിന് വിടൂ. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ, നിങ്ങൾ ഇവരെ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു സ്വതന്ത്രമായ അന്വേഷണം, നമുക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടല്ലോ, CBI അന്വേഷിക്കട്ടെ.